നമസ്കാരം. കഴിഞ്ഞ 9 ദിവസക്കാലമായി ഛത്തീസ്ഗഡിലെ BJP സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന 2 കന്യാസ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ അവരോട് കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ശുഭമാൻ മണ്ടാവി എന്ന് പറയുന്ന ഒരു ട്രൈബൽ പ്രവർത്തകനും ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആദിവാസി മേഖലയിൽ അങ്ങേയറ്റം ദുഷ്കരമായ മേഖലയിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തും അവർക്ക് ആശുപത്രികൾ സ്ഥാപിച്ചും അവർക്ക് വേണ്ട പരിചരണം കൊടുത്തുകൊണ്ട് കുഷ്ഠരോഗ ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട് കുഷ്ഠരോഗികളെ ചികിത്സിച്ചുകൊണ്ട് ക്ഷയരോഗ ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട് ക്ഷയരോഗികളെ പ്രത്യേകമായി പരിചരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങേയറ്റം കടുത്ത പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് കന്യാസ്ത്രീകൾ. ഈ കന്യാസ്ത്രീകളെയാണ് കഴിഞ്ഞ ദിവസം മതം മാറ്റത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. 9 ദിവസമായി ആ പാവങ്ങൾ ജയിലിലാണ്. ഇവരെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് 3 പെൺകുട്ടികളെ, ട്രൈബൽ പെൺകുട്ടികളെ, ആദിവാസി പെൺകുട്ടികളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. ഇതിൽപ്പെട്ട ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസിന് പ്രത്യേകമായി നാരായൺപൂരിൽ 5 ദിവസം ഈ പെൺകുട്ടിയെ തടവിലിട്ട്, അതായത് ഷെൽട്ടർ ഹോമിൽ താമസിപ്പിച്ച ശേഷം ഗ്രാമത്തിലേക്ക് മടക്കി വിട്ടപ്പോൾ ആ പെൺകുട്ടി മനസ്സ് തുറന്നുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. അവിടെ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ബജ്രംഗ് ദളിൻ്റെ ഒരു നേതാവായ ഒരു സ്ത്രീ തൻ്റെ മുഖത്ത് പലതവണ അടിക്കുകയും തന്നെ കൊണ്ട് മൊഴി കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. മൊഴി കൊടുത്തിട്ടില്ലെങ്കിൽ തൻ്റെ കുടുംബം ഒന്നടങ്കം ജയിലിൽ അടയ്ക്കപ്പെടുമെന്നാണ് തന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് ആ പെൺകുട്ടി പറയുകയുണ്ടായി. അങ്ങനെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കന്യാസ്ത്രീകൾ മതമാറ്റത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ടിലെ സെക്ഷൻ 4, അതായത് കൺവേർഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ 4 1968 നിയമത്തിൻ്റെ സെക്ഷൻ 4ഉം അതേപോലെ തന്നെ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിൻ്റെ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BNS ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ 2 കന്യാസ്ത്രീകളെ അനന്തമായി ജയിലിലടയ്ക്കാനുള്ള ശ്രമമാണ് അവിടെയുള്ള BJP ഗവൺമെൻറ് നടത്തിയത്. നോക്കണം, പാവപ്പെട്ട കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന മദർ തെരേസയെ പോലെ, ചുട്ടുകൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് കന്യാസ്ത്രീകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മേഖലയിൽ നിന്ന് ഗുരുതരമായ രോഗങ്ങളൊക്കെ തന്നെ പിഴുതുമാറ്റപ്പെട്ടതും മലമ്പനി ഇല്ലാതാക്കപ്പെട്ടത്, കുഷ്ഠരോഗം ഇല്ലാതാക്കപ്പെട്ടത്, അങ്ങനെ ധാരാളം രോഗങ്ങൾ പിഴുതെറിയാൻ നമ്മെ സഹായിച്ചത് ഈ കന്യാസ്ത്രീകളൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും മതമാറ്റ ആരോപണങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ട് അവർക്ക് മതം മാറാൻ തോന്നിയാൽ എന്തിനാ കുറ്റം പറയുന്നത്? ആളുകൾ ഇഷ്ടമുള്ള മതങ്ങളിൽ ചേരട്ടെ. ഈ പെൺകുട്ടി പറയുന്നത് താൻ തൻ്റെ ഗ്രാമത്തിൽ നിന്ന് 10 കിലോമീറ്റർ സൈക്കിൾ സവാരി ചെയ്ത് ദൂരെ ഒരു ജോലി ചെയ്യുകയാണെന്നും അതിന് കിട്ടുന്നത് ഒരു ദിവസം 250 രൂപയാണെന്നും കന്യാസ്ത്രീകളുടെ ആശുപത്രിയിൽ ജോലി ലഭിച്ചു. ആ ജോലി ചെയ്താൽ തനിക്ക് മാസത്തിൽ തൻ്റെ അക്കോമഡേഷനും ഭക്ഷണവും കഴിഞ്ഞ് 10,000 രൂപ മാസത്തിൽ കിട്ടും. ആ ഒരു പ്രലോഭനത്തിൽ ആ പണം ലഭിക്കാൻ, കുടുംബത്തെ സാമ്പത്തികമായി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് താൻ അങ്ങോട്ട് പോകുന്നത്. കുടുംബത്തിൻ്റെ പട്ടിണി ഒഴിവാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജോലി ലഭിച്ചപ്പോൾ, ആശുപത്രിയിൽ ജോലി ലഭിച്ചപ്പോൾ താൻ അങ്ങോട്ട് പോയതെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഈ ഒരു കാരണത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ ഈ 2 കന്യാസ്ത്രീകളോട് ഇത്രയും ക്രൂരമായി പെരുമാറിയത്? എന്ത് മനസ്സാണ്? ഞാൻ ചോദിക്കട്ടെ, ബജ്രംഗ് ദൾ ആയാലും സംഘപരിവാർ ആയാലും ഇനി മറ്റ് മതങ്ങളുടെ സംഘടനകളായാലും ദൈവത്തിന് ഇത്ര ആളുകൾ ഭൂമിയിൽ അനുയായികളായി വേണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആളുകൾ സ്വർഗത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു. എല്ലാ മതക്കാരും തനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ആളുകൾ ശ്രമിക്കട്ടെ. പക്ഷേ ഇത്ര ആളുകൾ സ്വർഗത്തിൽ എത്തിയിരിക്കണമെന്ന് ആരെങ്കിലും നിർബന്ധിക്കണോ? ഇഷ്ടമുള്ളവൻ പ്രവർത്തിക്കട്ടെ, ഇഷ്ടമുള്ള ആളുകൾ മതാചാരങ്ങൾ നടത്തട്ടെ, അത് വേണ്ട എന്ന് പറയുന്നവൻ അങ്ങനെ നടക്കട്ടെ. അല്ലാതെ ഇത്ര ആളുകൾ ഇന്ന മതത്തിൽ തുടരണം അല്ലെങ്കിൽ ഇന്ന മതത്തിൽ ചേരണമെന്നൊക്കെ ഓരോ മതക്കാരും നിർബന്ധം പിടിക്കേണ്ട ആവശ്യം എന്താണ്? ആളുകൾ സ്വസ്ഥമായി ജീവിച്ചു കൊള്ളട്ടെ, ആളുകൾക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ പ്രവർത്തിക്കട്ടെ, അവൻ്റെ ആചാരങ്ങൾ നടത്തട്ടെ, ദൈവത്തിൻ്റെ താൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രീതിക്കനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കട്ടെ. മറ്റുള്ളവർ തൻ്റെ വഴിക്ക് പ്രവർത്തിക്കണം, താനുള്ള സ്ഥലത്ത് തന്നെ എല്ലാവരും നിൽക്കണം, ഇന്ന മതത്തിന് ദൈവത്തിന് ഇത്ര ആളുകൾ വേണമെന്നൊക്കെ വാശി പിടിക്കേണ്ട അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആളുകൾ ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കട്ടെ, അവരുടേതായ ദൈവപ്രീതിക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ആരാധനകൾ ചെയ്യട്ടെ. മറ്റുള്ളവർ തൻ്റെ വഴിക്ക് വരണമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ താൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കണമെന്നൊക്കെ എല്ലാ മതക്കാരും വാശി പിടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയല്ല. ആളുകൾ സ്വതന്ത്രമായി ഇഷ്ടമുള്ള മതങ്ങളിൽ ഇഷ്ടമുള്ള ആചാരം നടത്തട്ടെ, ഒന്നുമില്ലാത്തവൻ അങ്ങനെ നടക്കട്ടെ. ആരും വാശി പിടിക്കരുത്. ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സംഘപരിവാർ പിന്മാറണം, BJP പിന്മാറണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടെ ഈ പാവങ്ങൾക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഈ കന്യാസ്ത്രീകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് സംഘപരിവാർ പിന്മാറണം. ആ പാവങ്ങളെ പലപ്പോഴും സംഘപരിവാറിൻ്റെ ആളുകൾ പല ചർച്ചകളും അടിച്ചു പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ കന്യാസ്ത്രീകളെ പരസ്യമായി അവഹേളിക്കുന്നു, തെരുവുകളിലൂടെ വലിച്ചിഴയ്ക്കുന്നു, അവരെ പരസ്യ വിചാരണ നടത്തുന്നു. ഇവരൊക്കെ തന്നെ മതം മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഇത്തരം സംഘടനകൾ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളാണ് നമുക്കെന്നും
വഴികാട്ടിയായിട്ടുള്ളത്. എനിക്ക് സംഘപരിവാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്കും ഇതേപോലെയൊക്കെ പ്രവർത്തിക്കാമല്ലോ. ക്ഷയരോഗികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തൂ. നിങ്ങൾ കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തൂ. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിൽ തുടങ്ങി ആദിവാസികളെ, പട്ടികജാതിക്കാരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആരോഗ്യപരമായി മത്സരിക്കൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് അടിച്ചു തകർക്കാനും അവരെയൊക്കെ തന്നെ ജയിലിലിടാനും നടത്തുന്ന ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത് പിന്മാറണം. നന്ദി, നമസ്കാരം.